ജനങ്ങൾ തന്നെ പറയുന്നത് ഈ സർക്കാർ മാറിയേ പറ്റത്തുള്ളൂ. ഒരു ഭരണമാറ്റം വരണം. കുറേ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പൊതുജനം പല വിധത്തിലും സംസാരിക്കും, എങ്കിലും ഇപ്പോഴത്തെ ഭരണം അത്ര നന്നല്ല. നേരത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ ചില ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ പോരാൻ തോന്നുന്നു. ജനം എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോഴും പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ സ്ഥലത്തുള്ള ആൾക്കാർ പോലും പറയുന്നത് ഇത് ശരിയാകുന്നില്ല, ഇത് മാറിയേ പറ്റൂ. പാവങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്ന അതാണ് ആ സർക്കാരാണ് നല്ലത്, ഏത് സർക്കാരായാലും. വെൽക്കം ടു സാഗ് ന്യൂസ്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ട് 10 വർഷം തികയാൻ പോകുന്നു. ഇതിനിടയിൽ പല ഉയർച്ച താഴ്ചകളും കേരളത്തിനുണ്ടായിട്ടുണ്ട്. ഭരണത്തെ വിലയിരുത്തി അടുത്ത ഒരു തുടർ ഭരണമുണ്ടാകുമോ ഇല്ലയോ എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. സഖാവ് പിണറായി വിജയൻ 2 തവണ മുഖ്യമന്ത്രിയായി, 3-ാം തവണയും അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതിനെ കുറിച്ച് മൂന്നാം തവണ ആവുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമില്ല. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാഗിയാണ്. പക്ഷേ എനിക്ക് എന്തോ ഒരു താല്പര്യക്കുറവുണ്ട്. കാരണം ചില കാര്യങ്ങളിൽ പുള്ളിക്കാരൻ വേണ്ടത്ര ഒരു ശ്രദ്ധ നോക്കുന്നില്ല എന്നൊരു ഫീലുണ്ട്. ഒരു ആഭ്യന്തര കാര്യത്തിലാണെങ്കിൽ പല കാര്യങ്ങളും അദ്ദേഹം അറിയാതെ പല ആൾക്കാർ പലതും ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്കൊരു തോന്നൽ വരാറുള്ളത്. അതോ മനസ്സിലാക്കിയിട്ട് മൗനം പാലിക്കുന്നതാണോ എന്ന് എനിക്കൊരു ഫീല് തോന്നിയിട്ടുണ്ട് പല കാര്യത്തിലും. ഒരു ഭരണമാറ്റം വരണം എന്നാണ് നമ്മുടെ പിണറായി വിജയൻ തന്നെ വേണ്ട. കാരണം അദ്ദേഹം ഇപ്പോൾ 10 വർഷമായില്ലേ, ഇനിയിപ്പോൾ ഒരു മാറ്റം വരണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മാറ്റം മറ്റേത് അതുകൊണ്ടാണോ അല്ലാതെ അദ്ദേഹം ഭരണതലത്തിൽ എന്തെങ്കിലും ഒരു പരാജയം? ഒരു ആദ്യത്തെ ഭരണം നല്ലതായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ 5 വർഷം. സെക്കൻഡ് ഒരു ടോട്ടലി ഒരു പരാജയമായിട്ടാണ് ഫീൽ ചെയ്തത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയിട്ട് 10 വർഷം തികയാൻ പോകുന്നു. അപ്പോൾ ഇത് ഇനിയൊരു തുടർ ഭരണത്തിലേക്ക് അദ്ദേഹം വരുമോ? അത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. കുറേ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ ജനം എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അഭിപ്രായം എന്ന് വെച്ചാൽ ആദ്യത്തെ 5 വർഷത്തെ ഭരണം നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ചു. ആ ഭരണത്തെ സംബന്ധിച്ച് 2ാമത്തെ പ്രാവശ്യവും എല്ലാ ജനങ്ങളും വോട്ട് കൊടുത്തു ജയിപ്പിച്ചു. അതിന് ശേഷമുള്ള ഭരണത്തെക്കുറിച്ച് അത്രയും നല്ല അഭിപ്രായം പറയാനായിട്ടില്ല. നല്ല കാര്യങ്ങളായിട്ട് കൂടുതലൊന്നും ചെയ്തിട്ടില്ല. പാവങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്ന അതാണ് ആ സർക്കാരാണ് നല്ലത്, ഏത് സർക്കാരായാലും. എനിക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളല്ല. നേരത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ ചില ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ പോരാൻ തോന്നുന്നു. നെഗറ്റീവ് പോയിന്റ്സ് കുറേ വരുന്നുണ്ട്. ഇപ്പോൾ ഏത് ഏരിയയിലാണ് നമുക്കിപ്പോൾ നെഗറ്റീവ് പൂർണ്ണമായിട്ട്? അല്ല, ഇപ്പം തന്നെ കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട്. ശബരിമല, NEP അതൊക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ അത്തരം നെഗറ്റീവ്സ് കാരണം നെഗറ്റീവ്സ് കുറേ തുടർച്ചയായി വരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം വാസ് റിയലി ഗുഡ്, നമ്പർ 1. അതുകൊണ്ട് സെക്കൻഡ് ടൈം വന്നത്. ഇനിയും വന്നുകൂടായില്ല. ഓപ്പോസിഷൻ ഫാക്ടർ നിലനിൽക്കുന്നുണ്ട്. ഓപ്പോസിഷൻ സ്റ്റിൽ സ്പ്ലിൻറ്റേർഡ് ആണ് എന്നൊക്കെ തോന്നുന്നു എൻ്റെ. ഓക്കെ. നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതെ, MLA. അപ്പോൾ അതിനെ പറ്റിയിട്ട് സാറിൻ്റെ യങ്സ്റ്റേഴ്സ് വരട്ടെ, നല്ല തന്നെ. അവരുടെ ഒരു പ്രവർത്തനത്തെ പറ്റിയിട്ടൊക്കെയുള്ള ആവറേജ് നോട്ട് ബാഡ്. ഇടതിൽ ചിലപ്പോൾ കഴിവുള്ളവർ കാണും യൂത്തിൽ. പക്ഷെ അവരെ ഒന്ന് പുള്ളി ചെയ്തും ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം. കാരണം പ്രായമായെന്ന് പറഞ്ഞുകൊണ്ട് അവർ ബാക്കി പോകണമല്ല. നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം, ഇങ്ങനത്തെ രീതിക്ക് ചെയ്യാം. പക്ഷേ ഒരു ഏജ് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കൊടുക്കണം. ഇപ്പം കോൺഗ്രസ്സിനാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്, അവരെ കൊണ്ടുവരണം. ഈ പ്രായമുള്ളവർ ബാക്കിൽ നിന്നിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. പ്രത്യേകിച്ച് നമ്മളൊരു പുതുതലമുറയ്ക്ക് കുറേ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഐഡിയാസ് അവർ വരും. ചിലപ്പോൾ അതിലെന്തെങ്കിലും ഒരു സംശയം തോന്നുമ്പോൾ അവരോട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവർ വേണ്ട രീതിക്കുള്ള ഒപ്പീനിയൻ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. സമിതി പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ സർക്കാർ തന്നെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടോ? ഒപ്പീനിയൻ പറഞ്ഞാൽ എനിക്കറിയാൻ മേല. ഇപ്പോഴത്തെ ഒരു ഭരണത്തിൻ്റെ വിലയിരുത്തൽ എങ്ങനെയുണ്ടാവും? ഞാനിപ്പോഴും പറയുന്നില്ല. പുറത്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഇപ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, ജനങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പെർസെൻറ്റേജ് വൈസ് നമ്മൾ നോക്കുന്നത്? ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 കൊല്ലം കൊണ്ട് കേരളത്തിലെ ഈ ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇതിനകത്തൊരു ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ട്.
കാരണം പിന്നെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ ഈ ശബരിമല പ്രശ്നം, പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ബില്ല്, ഇപ്പം പിന്നെ അതെ പി എം ശ്രീ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിലെ CPI പോലും ഇതിനെതിരാണ്. എന്നിട്ട് പോലും അവർ രഹസ്യമായിട്ട് കേന്ദ്രവുമായിട്ട് ചേർന്നുകൊണ്ട് ഒപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല പല പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇപ്പം ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ഓരോ പ്രശ്നം, പിന്നെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പ്, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എല്ലാം ടോട്ടലി ഒരു പരാജയം തന്നെയാണ്. രണ്ടാമത്തെ ഒരു ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നെഗറ്റീവ് പറഞ്ഞ് ഇനി ഇത് ചാനലുകളിലൂടെങ്കിലും കണ്ട് എനിക്ക് പ്രശ്നങ്ങളാവും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഏക ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉരുൾപൊട്ടലുണ്ടായി. കോടിക്കണക്കിന് ജനങ്ങൾ, കോടിക്കണക്കിന് രൂപ ഈ പിണറായി സാറിൻ്റെ ഫണ്ടിലേക്ക് ചെന്ന്, അതിൽ ഏതെങ്കിലും പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്ക് പറയാനറിയാമോ? അവർക്ക് ഒരുപാടൊന്നും ഇവർ കൊടുക്കണ്ട. കിടക്കാനൊരു 5 സെൻറ്റ് സ്ഥലവും സാധാരണ രീതിയിലൊരു വീടും കൊടുക്കാമോ? ഇല്ലേ? അവരെ പാർട്ടിയിൽ ഉന്നതമായിട്ട് പ്രവർത്തിച്ചവരെ ബന്ധുമിത്രാദികൾക്ക് ജോലി കൊടുത്തവരുണ്ട്, സഹായിച്ചവരുണ്ട്. അല്ലാത്ത എത്രയോ ജനങ്ങൾ കിടക്കണം. അന്ന് തന്നെ ഈ ഷട്ടർ പൊക്കി വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു സമയത്ത് ആർക്കെന്ത് സഹായിച്ച്? എന്തുമാത്രം ജനങ്ങൾ കോടിക്കണക്കിന് ക്യാഷ് കൊണ്ടുവന്ന് ഇവരെ പേരിനല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ജനങ്ങളെ കയ്യിലെത്തിക്കാമെന്ന് വെച്ചാൽ അവർ താമസിക്കുന്നില്ല, വീട് വെച്ച് കൊടുക്കാൻ അനുവദിക്കുന്നില്ല. പിന്നെ ആൾക്കാരെന്ത് ചെയ്യും? അപ്പോൾ ഇവർ മുഖാന്തരേ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവർ എന്തുകൊണ്ട് ആ പാവങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കാത്തത്? ഭരണത്തെപ്പറ്റി സാറിനുള്ള അഭിപ്രായം എന്താണ്? ഭരണം നല്ലതും ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ തിരുവനന്തപുരം നഗരത്തിനെ സംബന്ധിച്ച് മെട്രോ എന്നും പറഞ്ഞൊരു 10-15 വർഷമായിട്ട് പോകണുണ്ട്. പക്ഷേ ഇതുവരെ അത് നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരം മറ്റേ വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു 11 കിലോമീറ്റർ റെയിൽവേ ലൈന് ഇതുവരെയും പണി കഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് അതും പണി തീർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ തിരുവനന്തപുരത്തിനോട് ഒരു ചെറിയ അവഗണന ഉണ്ട്. അപ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ആലോചിക്കാവുന്നതാണ്. LDF ആയാലും UDF ആയാലും BJP ആയാലും ആരായാലും അങ്ങനെ ജനങ്ങൾക്കൊരു നല്ല അഭിപ്രായം അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്യുന്ന സർക്കാരിനല്ലേ പിന്നെ നമുക്ക് കൊണ്ടുവരാൻ തോന്നുള്ളൂ. ആദ്യം 5 വർഷം നല്ല ഭരണം കാഴ്ചവെച്ച നല്ലൊരു വ്യക്തിയായിരുന്നു. എനിക്ക് പാർട്ടിയും കാര്യങ്ങളൊന്നുമില്ല എങ്കിലും ഞാൻ പറയണതാണ്. പക്ഷേ രണ്ടാമത് കയറിയപ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു 5 കൊല്ലം നല്ല ഭരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കൊടുക്കണ്ട എന്നുള്ളൊരു ഫീൽ തോന്നി. അത് അവിടുത്തെ ഇപ്പോഴത്തെ പുതിയ കുറേ കാര്യങ്ങൾ വന്നുകൊണ്ടാണ്. എല്ലാം എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ, ഇപ്പോൾ റോഡിൻ്റെ ആണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തിനാണെങ്കിലും മറ്റേ ആരോഗ്യത്തിൻ്റെ ആണെങ്കിലും കുറേ മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആൾ ഒന്ന് ഇറങ്ങി നല്ല രീതിക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ പല മാറ്റങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ സർക്കാർ മാറണമെന്നുള്ളതാണ്. കാരണം ജനങ്ങളുടെ പ്രതീക്ഷ അതാണ്. ജനങ്ങൾ തന്നെ പറയുന്നത് ഈ സർക്കാർ മാറിയേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ ആ കൂട്ടുകാരൻ അവിടെ ചോദിക്കുന്നത് എന്താ അറിയാമോ, അവിടുത്തെ ആൾക്കാർ പോലും പറയുന്നത്, ഈ മുഖ്യമന്ത്രിയുടെ സ്ഥലത്തുള്ള ആൾക്കാർ പോലും പറയുന്നത് ഇത് ശരിയാകുന്നില്ല, ഇത് മാറിയേ പറ്റൂ ഉള്ളതെന്നാണ് അവിടുത്തെ പബ്ലിക്കിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ ഇവിടുത്തെ ആൾക്കാർ മുഴുവൻ എഗനസ്റ്റായിട്ടാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്നോട് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ ഇത് ചോദിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് തുടർ ഭരണത്തെക്കുറിച്ച്. എല്ലാവരും പറയുന്നത് നെഗറ്റീവാണ്. പുള്ളിക്കാരെ ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്നാൽ അതെന്താണ്? അത് പുള്ളിക്കാരൻ നേരാമണം ഒന്ന് ഈ കിട്ടിയ രണ്ടാമത്തെ ഭരണം നല്ലപോലെ കൊണ്ടുപോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ആൾക്കാർ ഒന്നും പറയത്തില്ല. ഈ അവസാന നിമിഷം ആവുന്ന ടൈമിൽ ഇപ്പം പെൻഷൻ കൂട്ടുവാനും ഇതുപോലെ കൂട്ടാനും നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഈ കിട്ടിയ സമയത്തൊട്ട് തുടങ്ങണം. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പം ചിലത് ചെയ്തു, ചിലവർ ചെയ്തു വച്ചത് അവരായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ് വരുന്നവരും ഉണ്ട്. അത് ഞാൻ എന്തൊക്കെയാണെന്ന് പറയുന്നില്ല, അത് ഈ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യം. അങ്ങനെയല്ല, നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണം. നമ്മളായിട്ട് ഓൺ ഐഡിയയിൽ എന്തെങ്കിലും ചെയ്ത്, അല്ലാതെ ഒരാൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച സാധനം നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് അത് നമ്മൾ ചെയ്തതാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. പ്രായം കുറഞ്ഞ ഒരു മേജർ എന്നുള്ള നിലയിൽ അവർക്ക് നല്ല സ്ഥാനങ്ങൾ എല്ലാവരും കൊടുത്തു. പക്ഷേ അവരുടെ ഭരണം ഒട്ടുമേ ശരിയല്ല. എന്തെല്ലാം തരത്തിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാമോ അതവർ ഉണ്ടാക്കിക്കൊണ്ടേ ഇരുന്നുള്ളൂ. അല്ലാതെ എന്താണ് ചെയ്തത്? പിന്നെ ഒരു പാവപ്പെട്ട ഒരു ഡ്രൈവറെ പേരിന് അത് തന്നെ നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. അയാൾ എന്താ ശ്രേഷ്ഠ കാണിച്ചത്? നിരപരാധിയല്ലേ? ഒരു കുഞ്ഞിനെ നോക്കി ജീവിക്കുന്നു, ഈ ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്നു. ഇപ്പം ആ പാവത്തിന് ജോലി ഉണ്ടോ, ജീവിക്കുന്നോ എന്ന് പോലും ഈ ഗവൺമെൻറ് അന്വേഷിക്കുന്നുണ്ടോ? കോൺഗ്രസ്സിൽ അത്യാവശ്യം കഴിവുള്ളവരുണ്ട്.
ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിനെ പറയുന്നതല്ല, പക്ഷേ എനിക്ക് അവർ അത്യാവശ്യം വിവരമുള്ള ആൾക്കാർ പയ്യന്മാർ സെറ്റിലുണ്ട്. പക്ഷെ അവർ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫാർ ബെറ്റർ ആയിരിക്കും തോന്നും. ഈ ആര്യ രാജ ഒരിക്കലും വരരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഒരാൾ വരരുത്. ഈ സ്ഥാനത്ത് വരാനുള്ളത് ആരാണെന്നറിയാമോ? പക്വതയും അതിനൊരു ഒതുക്കവും പക്വതയും ഉള്ള ഒരു വ്യക്തി തന്നെ വരണം. അതിന് ആ പ്രായ വ്യത്യാസത്തിലും ഉണ്ട്. അവരെ ഈ പ്രായത്തിലുള്ള ഒരു ഇതാണെന്നും കൂടിയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്രായത്തിലാണെങ്കിലും അതിന് മുതിർന്ന ആൾക്കാർ ഉപദേശിക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അതെന്ത് പിന്നെ ചെയ്യാത്തത്? അതെ, അതെന്ത് ഈ പിണറായി സാറിന് തന്നെ പറയാമായിരുന്നല്ലോ ഇപ്പം ചെയ്തത് ശരിയല്ല എന്ന്. അവരവരെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തരുത്. തെറ്റാണെങ്കിൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുക, ശരിയാണെങ്കിൽ ശരിയെന്ന് ചൂണ്ടിക്കാണിക്കുക. അതല്ലേ ശരി? അത് ഏത് പാർട്ടിയോ ആവട്ടെ. ജനങ്ങളിൽ പോലും നല്ലത് വഴിക്കുള്ള ആൾക്കാരില്ലേ? അതുകൊണ്ട് അത് വേണം ചെയ്യാം. അതുകൊണ്ട് ഇനി വരുന്നതിൽ എനിക്ക് താല്പര്യം ഒട്ടുമേ ഇല്ല. അത് എൻ്റെ താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, ജനങ്ങൾ മൊത്തത്തിലുള്ള താല്പര്യം നോക്കണം. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. യൂത്തിനുള്ള ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്നോവേറ്റീവ് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. പക്ഷെ അവർക്ക് കൊടുക്കണം. അവരെ വെറും ജസ്റ്റ് MLA-കളാക്കി ഒരു സൈഡിലോട്ട് ഒതുക്കാതെ അവർക്ക് നല്ല പൊസിഷൻസ് കൊടുത്തിട്ട്, അപ്പോൾ ചിലപ്പോൾ അവർക്ക് ആദ്യമായിട്ട് കയറുന്ന കുറേ ഇതൊക്കെ ഉണ്ടാവാം. അയ്യോ ഞാനിതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനാണ് ഈ സീനിയേഴ്സ് ഇരിക്കുന്നത്. അവരുമായിട്ടുള്ള മീറ്റിംഗ്സ് വെച്ച് കൊടുത്ത് അത് എന്തൊക്കെയാണെന്നുള്ള ഐഡിയാസ് അത് ചർച്ച ചെയ്ത് നടപ്പിലാക്കണം. എനർജറ്റിക് ആവും. അപ്പോഴാകുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ ഒരു പൊതുജനങ്ങൾ പോലും ഒന്നും പറയത്തില്ല. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് എത്തും. അവരൊന്നും തിരിച്ച് മോശമായിട്ട് ഒരു കാര്യങ്ങളും അവർ പുറത്ത് പറയത്തുമില്ല. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, പെൻഷൻ്റെ കാര്യം പറയും, ആരോഗ്യത്തിൻ്റെ കാര്യം പറയും, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയും. ഈ കുറ്റങ്ങളൊന്നും പറയത്തില്ല. അപ്പോൾ അവർ പറയും അവരിപ്പോൾ എടുത്ത പുതിയ ഡെസിഷൻ. ഇപ്പോൾ ഇവർ 3ാം ഭരണത്തിൽ വരെയാണെങ്കിലും ഇലക്ഷൻ നിർത്തേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ യൂത്തിലുള്ളവരാണ് നിർത്തേണ്ടത്. യൂത്തിനുള്ളത് നിർത്തി ആ വോട്ടുകൾ പിടിച്ച് അവർ കയറി വരണം. എന്നിട്ട് അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം. എന്നിട്ട് ഇവർ ബാക്കിൽ നിന്ന് അവർക്ക് വേണ്ടയുള്ള ഇന്നോവേറ്റീവ്സ് ആയിട്ടുള്ള ഐഡിയാസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോഴത്തേക്കാകുമ്പോൾ ഈ ചീത്തപ്പേരുകൾ നോർമലി മാറും. പാർട്ടിപരമായിട്ട് കുറ്റപ്പെടുത്തി പറയണമല്ല. ഈ പാർട്ടിയിൽ നല്ല വ്യക്തികളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. എങ്കിലും കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്താമായിരുന്നു എന്നൊരഭിപ്രായം എനിക്കുണ്ട്. ഇതിപ്പോൾ പറയുമ്പോൾ എന്തൊക്കെ നെഗറ്റീവ് വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരിക്കലും അവരെ കുറ്റപ്പെടുന്നതല്ല, അവർക്ക് കഴിവില്ലെന്നുമല്ല. പക്ഷേ മാറേണ്ട ഒരു സമയമുണ്ട്. മാറേണ്ട സമയത്ത് നമ്മൾ മാറിയേ പറ്റൂ. അത് എന്തായാലും മാറിയേ പറ്റുള്ളൂ. അതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പുതിയ ആൾക്കാർ വരട്ടെ, നല്ല രീതിക്ക് മുന്നോട്ട് പോകും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.